എങ്ങനെ ഒരു നല്ല കുമ്പസാരത്തിന് ഒരുങ്ങാം? ഈ വീഡിയോയുടെ ഉദ്ദേശം കുമ്പസാരം എന്ന കൂദാശയുടെ ദൈവശാസ്ത്ര മാനത്തെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതല്ല. കുമ്പസാരത്തിൻ്റെ ദൈവത്തിൻ്റെ തിയോളജി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ധാരാളം അതിനെക്കുറിച്ച് പറയാനുണ്ട്. പാപത്തിൽ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, കൂദാശയിലൂടെ ലഭിക്കുന്ന കൃപാവരത്തെക്കുറിച്ച്, ഇതൊക്കെ സാവകാശം നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് കുമ്പസാരത്തിന് നാം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമാത്രം ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്ന വീഡിയോയാണ് ഇത്. ശ്രദ്ധയോടെ കേൾക്കുക. നല്ല കുമ്പസാരത്തിന് ആവശ്യമായ കാര്യങ്ങൾ 5 എണ്ണമാണ്. നമ്മൾ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ക്രമമായി ഓർക്കുക. ചെയ്തുപോയ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുക. മേലിൽ പാപം ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. ചെയ്തുപോയ മാരക പാപങ്ങൾ വൈദികനെ അറിയിക്കുക. വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുക. പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപം സംഭവിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 5 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. അതിൽ 1 ദൈവകൽപ്പനകൾ. 10 എണ്ണം ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ചിന്തിക്കണം. എവിടെങ്കിലും വയലേഷൻ നടന്നിട്ടുണ്ടോ? അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിൽ ഒരു വയലേഷൻ നടന്നോ എന്ന് അഗാധമായി ചിന്തിക്കുക. രണ്ടാമത്തേത് തിരുസഭയുടെ കൽപ്പനകൾ. അത് 5 എണ്ണമാണ്. ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനകളിലും പങ്കെടുക്കണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത്. അടുത്തത് മൂല പാപങ്ങൾ. അത് 7 എണ്ണമാണ്. നിഗളം അല്ലെങ്കിൽ അഹങ്കാരം, ദ്രവ്യാഗ്രഹം, ധനമോഹം, ദേഷ്യം, കൊതി, അസൂയ, മടി. ഇത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. പരിശുദ്ധ രൂപിക്കെതിരായ പാപങ്ങൾ. ഇത് 6 എണ്ണമാണ്. ഒന്നാമത്തേത് മോക്ഷം ലഭിക്കില്ല എന്നുള്ള നമ്മുടെ ചിന്ത, നിരാശ. രണ്ടാമത്തേത് സൽപ്രവൃത്തി കൂടാതെ മോക്ഷം പ്രാപിക്കാം എന്ന മിഥ്യാ പ്രതീക്ഷ. അതായത് നാം ഇങ്ങനെയൊക്കെ നടന്നാലും രക്ഷപ്പെട്ടോളും എന്ന ചിന്ത. മൂന്നാമത്തേത് ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞാലും അതിനെ നിഷേധിക്കുന്നത്. ചിലപ്പോൾ നമ്മളിൽ അത് സംഭവിക്കും. കാരണം സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ നമ്മളിൽ വരുമല്ലോ. നമ്മുടെ കൺമുൻപിൽ ഒരു സത്യസന്ധമായ കാര്യം സംഭവിക്കുന്നു. ആ പറയുന്നതിൽ നേരുണ്ട്. ആ പറയുന്ന ആളിൽ നേരുണ്ട് എന്നറിയാം. പക്ഷേ നമ്മൾ അതിനെ എതിർക്കുന്നു. നമുക്ക് വേറൊരു ഉദ്ദേശം ചിലപ്പോൾ കാണുമായിരിക്കും. ഇത് പരിശുദ്ധാരൂപിക്കെതിരായ പാപമാണ്. അതായത് സത്യമായ കാര്യത്തെ നമ്മൾ എതിർക്കുന്നു. അടുത്തത് അന്യരുടെ നന്മയിലുള്ള അസൂയ. മറ്റൊരാൾ നന്നായി വരുന്നതും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ അവരോട് അസൂയ കാണിച്ചാൽ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തെയാണ് നിന്ദിക്കുന്നത്. അഞ്ചാമത്തേത് പാപം ചെയ്തതിന് ശേഷം അനുതപിക്കാതെ പാപത്തിൽ തന്നെ നാം ജീവിക്കുന്നത്. പാപം ആരും ചെയ്തു പോകും. കാരണം നമ്മളൊക്കെ ബലഹീനർ ആണല്ലോ. പക്ഷേ പാപം ചെയ്തതിനു ശേഷം ആ ചെയ്തുപോയ പാപത്തെക്കുറിച്ച് അനുതാപമില്ലാതെ
പാപത്തിൽ തന്നെ തുടരുന്നത് പരിശുദ്ധാരൂപിക്കെതിരായ പാപമായി മാറുന്നു. ആറാമത്തേത്, അന്ത്യസമയത്ത് പോലും അനുതപിക്കാതെ പാപത്തോടുകൂടി അനുതപിക്കുന്നത്. അതായത് നമുക്ക് തന്നെ സൂചന ലഭിച്ചു, ഇനി അധിക നാൾ നമ്മളില്ല, ഇഹലോകവാസം വെടിയാൻ അധിക നാൾ ഇനിയില്ല, നമ്മുടെ ജീവിത യാത്ര അവസാനിക്കാറായി. എന്നിട്ട് പോലും ഒരു അനുതാപം നമ്മളിൽ ഉണ്ടാകാറില്ലാത്ത അവസ്ഥയിൽ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ 4 ഒന്നാമത്തേത്, മനഃപൂർവം കൊലപാതകം ചെയ്യുന്നത്. രണ്ടാമത്തേത്, പ്രകൃതിവിരുദ്ധമായ മോഹപാപം ചെയ്യുന്നത്. മൂന്നാമത്തേത്, പാവപ്പെട്ടവരെയും വിധവകളെയും മാതാപിതാക്കന്മാർ ഇല്ലാത്ത പൈതങ്ങളെയും പീഡിപ്പിക്കുന്നത്. നാലാമത്തേത്, വേലക്കാർക്ക് ശരിയായ കൂലി നൽകാത്തത്. ഇവയൊക്കെ ദൈവം പ്രതികാരം ചെയ്യുന്ന, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പാപങ്ങളാണ്. ഇനി കുമ്പസാരത്തിന് ഒരുങ്ങാം. കുമ്പസാരത്തിന് ക്യൂ നിൽക്കുമ്പോഴല്ല നാം ഒരുങ്ങേണ്ടത്. അതിനുവേണ്ടി വീട്ടിൽ നിന്ന് തന്നെ ഒരു അരമണിക്കൂറെങ്കിലും നാം ചിലവഴിക്കുക. വീട്ടിലിരുന്ന് ഈ പറയുന്ന 5 കാര്യങ്ങളൊക്കെ ഓർത്ത് പാപം എവിടെയൊക്കെ വന്നു എന്ന് അന്വേഷിക്കുക. അതിനുശേഷം 51, 6, 32 തുടങ്ങിയ സങ്കീർത്തനങ്ങൾ, ഇതെല്ലാം അനുതാപ സങ്കീർത്തനങ്ങളാണ്. ഇത് കേട്ട് നാം പ്രാർത്ഥിക്കുക. ഇങ്ങനെ നാം ചെയ്യുന്നത് വഴി നമ്മുടെ ഉള്ളിൽ ഒരു വലിയ അനുതാപം ഉണ്ടാകും. എന്നിട്ടോ കുമ്പസാരത്തിന് കയറുന്നതിന് മുൻപ് കുമ്പസാരത്തിന് മുൻപുള്ള ജപം നാം ചൊല്ലണം. സർവശക്തനായ ദൈവത്തോടും നിത്യ കന്യകയായ പരിശുദ്ധ കന്യകാമറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും എന്ന് ചൊല്ലുന്ന കുമ്പസാരത്തിന് മുൻപിലുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കണം. ഇത് നാം വീട്ടിൽ നിന്ന് തന്നെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങണം. അതിനുശേഷം കുമ്പസാര കൂട്ടിലേക്ക് ചെന്നിട്ട് ആദ്യം ചെയ്യേണ്ടത്, കർത്താവേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയുക. ഇത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പാലിക്കുക. കർത്താവേ, പാപിയായ എന്നിൽ കനിയണമേ. എന്നിട്ട് ഞാൻ കുമ്പസാരിച്ചിട്ട് ഇത്ര നാളായി. ഉദാഹരണത്തിന്, കുമ്പസാരിച്ചിട്ട് 1 മാസമായി. കഴിഞ്ഞ തവണ ഞാൻ പ്രായശ്ചിത്തം നിർവഹിച്ചു. ഇത് പ്രത്യേകം പറയണം. ഇനി കഴിഞ്ഞ തവണ പ്രായശ്ചിത്തം ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ അത് പ്രത്യേകം പറയണം. ഒരു കാര്യം കൂടെ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ജീവിതാന്തസ്സും പ്രായവും പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഉദാഹരണം, ഞാൻ 50 വയസ്സുള്ള കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്. ഞാൻ പൗരോഹിത്യ ജീവിതത്തിൽ ഇത്രാമത്തെ വർഷമെത്തിയിരിക്കുന്ന വൈദികനാണ് എന്ന് ആ രീതിയിൽ പറയുമ്പോഴുണ്ടാകുന്ന ഗുണമെന്തെന്ന് അറിയാമോ? ഒരു പാപം 15 വയസ്സുകാരൻ ചെയ്യുന്നതും 50 വയസ്സുകാരനും ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പാപം കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയും കുടുംബസ്ഥനായ ഒരു വ്യക്തിയും ചെയ്യുന്നതിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതാന്തസ്സും പ്രായവും വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേരും അഡ്രസ്സും ഒന്നും പറയണ്ട. മുകളിൽ പറഞ്ഞ രീതിയിലൊക്കെ കുമ്പസാരം ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കർത്താവേ, പാപിയായ എന്നിൽ കനിയണമേ. ഞാൻ കുമ്പസാരിച്ചിട്ട് ഇത്ര നാളായി.
കഴിഞ്ഞ തവണത്തെ പ്രായശ്ചിത്തം ഞാൻ നിർവഹിച്ചു. ഞാൻ ഇത്ര വയസ്സുള്ള ഈ ജീവിതാന്തസ്സിൽ ജീവിക്കുന്ന ആളാണ്. എന്നിട്ട് ചെയ്തു പോയ പാപങ്ങൾ പറയുക. പാപങ്ങൾ പറഞ്ഞതിന് ശേഷം, കർത്താവേ, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളും കുമ്പസാരത്തിൽ വന്ന പോരായ്മകളും അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. പാപമോചനവും അനുഗ്രഹവും ഞാൻ യാചിക്കുന്നു. എന്നിട്ട് ഉപദേശം തരും. പാപമോചനവും ഫാദർ തരും. അത് ശ്രദ്ധിച്ച് കേൾക്കുക. ആശീർവാദത്തിൻ്റെ നേരത്തും അത് ശ്രദ്ധയോടെ കേൾക്കുക. ആശീർവാദം കഴിഞ്ഞ് മുട്ടിന്മേൽ നിന്ന് മനസ്താപ പ്രകടനം ചൊല്ലുക. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനായ അങ്ങയ്ക്ക് എതിരായി ഞാൻ പാപം ചെയ്തു പോയതിനാൽ തുടങ്ങി മനസ്താപ പ്രകടനം ചൊല്ലുക. അതിനുശേഷം പ്രായശ്ചിത്തം തന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അത് നിർവഹിക്കുക. എന്നിട്ട് കുമ്പസാരത്തിന് ശേഷമുള്ള ജപം ചൊല്ലുക. പാപത്തെ ഉപേക്ഷിച്ച് പൂർണ്ണമായി മാറ്റി നിർത്താൻ ശ്രമിക്കുക. കർത്താവിന് ഒന്നാം സ്ഥാനം നൽകാതെ ആ സ്ഥാനത്ത് മറ്റെന്ത് വെച്ചാലും അത് പാപങ്ങളാണ്. ആ വിചാരത്തോടെയൊക്കെ ഒരുങ്ങി കുമ്പസാരത്തിന് പോകാൻ ശ്രമിക്കുക.